ആടാ മക്കളെ, നമ്മളിനി ഫ്രിക്ഷൻ്റെ അടുത്ത പാർട്ടിലേക്ക് കിടക്കുകയാണ്. ലോസ് ഓഫ് ഫ്രിക്ഷൻ ആണ് പഠിക്കേണ്ടത്. ഫ്രിക്ഷൻ രണ്ട് തരം നമ്മൾ കണ്ടു. സ്റ്റാറ്റിക് ഫ്രിക്ഷനും കണ്ടു, ഡൈനാമിക് ഫ്രിക്ഷനും കണ്ടു, അല്ലെങ്കിൽ കൈനറ്റിക് ഫ്രിക്ഷനും കണ്ടു. ഇതിനെ സംബന്ധിക്കുന്ന നിയമങ്ങളാണ് ഇനി പഠിക്കേണ്ടത്. അത് പഠിക്കുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം നോർമൽ റിയാക്ഷൻ എന്താണെന്ന് മനസ്സിലാക്കാം. ഓൾറെഡി നമ്മൾ നോർമൽ റിയാക്ഷൻ ഏകദേശം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് കൂടുതൽ എക്സാമ്പിൾസ്. ഒരു സിമ്പിൾ സിറ്റുവേഷൻ. ഒരു ബോഡീനെ ഒരു സർഫസിൽ വെറുതെ വെച്ചു. അപ്പം നോർമൽ റിയാക്ഷൻ എത്രയാ? വെയിറ്റ് താഴോട്ട്, നോർമൽ റിയാക്ഷൻ മേലോട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതും n-mg ഈക്വൽ ടു 0. ആ ഡയറക്ഷനിൽ മോഷനൊന്നുമില്ല, അപ്പോൾ ആക്സലേഷൻ ഇല്ല. സോ n അവിടെ എന്ത് തന്നെയാണ്? mg തന്നെയാണ്. അപ്പോൾ നോർമൽ റിയാക്ഷൻ അവിടെ mg തന്നെയാണ്. ഇനി വേറൊരു എക്സാമ്പിൾ, കുറച്ച് എക്സാമ്പിൾസ് കാണാം. പല എക്സാമ്പിൾസ്, നോർമൽ റിയാക്ഷൻ്റെ പല എക്സാമ്പിൾസാണ്. ഇവിടെ ഒരു ബോഡി വെച്ചിട്ടുണ്ട്. ഈ ബോഡിയെ മറ്റൊരു ഫോഴ്സ് എഫ് വെച്ച് താഴോട്ട് തള്ളുകയും കൂടെ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയുണ്ട് ഫോഴ്സ്? താഴോട്ട് mg ഉണ്ട്, പിന്നെ ഇവിടെ നോർമൽ റിയാക്ഷനും ഉണ്ട്. പല കേസസ് ആണ്, വെറുതെ പരിചയപ്പെടുക, പല കേസുകൾ പരിചയപ്പെടുക. അപ്പോൾ ഇവിടെ മേലോട്ടുള്ള ഫോഴ്സിനെ പോസിറ്റീവും താഴോട്ടുള്ള ഫോഴ്സിനെ നെഗറ്റീവായിട്ട് വിചാരിക്കാം. അപ്പോൾ എങ്ങനെ എഴുതും? n-f മൈനസ് mg ഈക്വൽ ടു, ആ ഡയറക്ഷനിൽ മോഷനൊന്നുമില്ല, ഈക്വൽ ടു 0. സോ n വിൽ ബി ഈക്വൽ ടു mg പ്ലസ് f. കണ്ടില്ലേ? അപ്പം നോർമൽ റിയാക്ഷൻ എപ്പോഴും വെയിറ്റ് അല്ല എന്ന് പറയാനാണ് ഞാനിത് ചെയ്തത്. ഇനി വേറൊരു എക്സാമ്പിൾ. എഫ് ഫോഴ്സ് വെച്ച് മേലോട്ട് വലിക്കുകയാണ്. ഈ സിറ്റുവേഷൻ എഫ് ഫോഴ്സ് വെച്ച് മേലോട്ട് വലിക്കുകയാണ്. എന്തുണ്ട്? വെയിറ്റ് താഴോട്ടുണ്ട്, പിന്നെ മേലേക്ക് നോർമൽ റിയാക്ഷനുണ്ട്. ഈ സിറ്റുവേഷനിലോ മേലേക്കുള്ള ഫോഴ്സിന് പോസിറ്റീവും താഴേക്കുള്ള ഫോഴ്സിന് നെഗറ്റീവ് എടുക്കാം. എഫ് പ്ലസ് എൻ, ഓക്കെ, മൈനസ് mg ഈക്വൽ ടു 0. അപ്പോൾ നോർമൽ റിയാക്ഷൻ എന്താ വരിക? mg മൈനസ് എഫ്. കണ്ടില്ലേ? പല സിറ്റുവേഷൻ പല നോർമൽ റിയാക്ഷൻസ് ആണ്. ഇനി വേറൊരെണ്ണം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ബോഡീനെ വെച്ചു. ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു ബോഡീനെ വെച്ചാൽ നമ്മൾ കണ്ടു കഴിഞ്ഞ ക്ലാസ്സിൽ, വെയിറ്റ് വിൽ ബി ആക്ടിങ് വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. ആ വെയിറ്റിനെ നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആക്കാം. അപ്പോൾ ഈ ആംഗിൾ തീറ്റ ആകുമ്പോൾ ഇത് തീറ്റയാണ്, ഇങ്ങോട്ടേക്ക് mg സൈൻ തീറ്റ. ഇതായിരുന്നു mg കോസ് തീറ്റ. ഓർമ്മയില്ലേ? ഇവിടെയാണ് എന്തുണ്ടാവുക? നോർമൽ റിയാക്ഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ എങ്ങനെ വരും? n മൈനസ് mg കോസ് തീറ്റ ഈക്വൽ ടു 0. അപ്പോൾ അവിടെ എന്താ? mg കോസ് തീറ്റയാണ്. ഇനി വേറൊരു കേസ് എടുത്ത് നോക്കാം. ഒരു കേസും കൂടെ നോക്കാം. ഒരു ബോഡീനെ, ഇത് നല്ലൊരു കേസാണ്, ഇങ്ങനെ എഫ് ഫോഴ്സ് വെച്ച് വലിക്കുകയാണ്. ഹൊറിസോണ്ടലുമായിട്ട് തീറ്റ ആംഗിളിൽ എഫ് ഫോഴ്സ് വെച്ച് വലിക്കുകയാണ്. ഓക്കെ, ഹൊറിസോണ്ടലുമായിട്ട് എഫ് ഫോഴ്സ് വെച്ച് വലിക്കും. നമ്മൾ പാട്ടയൊക്കെ കെട്ടി വലിക്കും പോലെ. നമുക്ക് നോക്കാം വ്യത്യസ്ത ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന്. താഴേക്ക് എന്തുണ്ടാവും? mg, പിന്നെ മേലേക്ക് എന്തുണ്ടാവും? n. ഇതിൽ സംശയമില്ലല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ എഫിനെ രണ്ട് കമ്പോണൻ്റ് ആക്കാം. ഇങ്ങോട്ടേക്കുള്ള എന്താ? എഫ് കോസ് തീറ്റ, ഇങ്ങോട്ടേക്കുള്ള എന്താ? എഫ് സൈൻ തീറ്റ. ഫോഴ്സിനെ രണ്ട് കമ്പോണൻ്റ് ആക്കാം അല്ലേ? ആ ഫോഴ്സിനെ രണ്ട് കമ്പോണൻ്റ് ആക്കി. അപ്പോൾ ഇവിടെ എഫ് കോസ് തീറ്റ ആണ്. ഇവന് എന്തുണ്ടാക്കുക? എഫ് കോസ് തീറ്റ ആണ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഉണ്ടാക്കുക, MAX ഉണ്ടാക്കുക. അത് നമുക്കിപ്പോൾ തൽക്കാലം വേണ്ട, MA ഉണ്ടാക്കുക. അതാണ് മോഷനിലാണെങ്കിൽ. ഇനി മോഷനിലല്ലെങ്കിൽ അത് വേണ്ട, നമുക്കത് ഒഴിവാക്കാം. നമുക്ക് നോർമൽ റിയാക്ഷനെ കുറിച്ച് മാത്രം ആലോചിക്കാം. അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്നും എഫ് സൈൻ തീറ്റയും മുകളിലോട്ടാണ്, mg താഴോട്ടാണ്. അപ്പോൾ എങ്ങനെ എഴുതും? എഫ് സൈൻ തീറ്റ പ്ലസ് n മൈനസ് mg ഈക്വൽ ടു 0. ആ ഡയറക്ഷനിൽ മോഷൻ ഇല്ല. അപ്പോൾ എന്തെഴുതും? n വിൽ ബി ഈക്വൽ ടു mg മൈനസ് എഫ് സൈൻ തീറ്റ. ഓക്കെ, ഇനി അടുത്ത ഒരു കേസ്
നമുക്കിതിൽ വരയ്ക്കാം, ഈ കേസിൽ തന്നെ വരയ്ക്കാം. പല സിറ്റുവേഷൻസാണ്, ദാറ്റ്സ് ഓൾ. ഇതാണ് വെയിറ്റ്, എം ജി വെർട്ടിക്കലി ഡൗൺവേർഡ്സ്. നമ്മളൊരു തള്ളിക്കൊടുക്കുന്ന ഫോഴ്സാണ്, ഇങ്ങനെ എഫ് ഫോഴ്സ് വെച്ച് ഇങ്ങനെ ഉന്തിക്കൊണ്ടുപോവാണ്. ചക്രമുള്ള വണ്ടിയൊക്കെ അല്ലെ വീൽ ചെയറൊക്കെ ഉന്തിക്കൊണ്ടുപോകണ പോലെ ഉന്തിക്കൊണ്ടുപോവാണ്, അല്ല നിരക്കിക്കൊണ്ടുപോവാണ്, മുന്നോട്ട് നിരക്കിക്കൊണ്ടുപോവാണ്. അത്തരമൊരു സിറ്റുവേഷൻ, ഇതാണ് ഫോഴ്സ്. അപ്പോൾ ഇവനെ നമുക്ക് രണ്ട് കമ്പോണൻ്റ് ആക്കി ചുരുക്കാം. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഇങ്ങോട്ടേക്കുള്ള എന്താ വരിക? എഫ് കോസ് തീറ്റ. ഇങ്ങോട്ടേക്ക് ഒരു കമ്പോണൻ്റ് കൂടി ഉണ്ടാവും, എന്താ? എഫ് സൈൻ തീറ്റ. പിന്നെ മേലേക്ക് എന്തുണ്ടാവും? നോർമൽ റിയാക്ഷൻ. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്, കണ്ടില്ലേ? വെക്ടേഴ്സിനെ സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ഈസി ആയിട്ട് പഠിച്ചാണ്. അപ്പോൾ ഒന്ന് പറയും മക്കളെ, എങ്ങനെ പറയും? മേലോട്ടുള്ള ഫോഴ്സ് പോസിറ്റീവും താഴോട്ടുള്ള ഫോഴ്സ് നെഗറ്റീവും. അപ്പോൾ എങ്ങനെ പറയും? എൻ മേലോട്ട് മൈനസ് എഫ് സൈൻ തീറ്റ മൈനസ് എം ജി ഈക്വൽ ടു 0. ആ ഡയറക്ഷനിൽ മോഷൻ ഇല്ല. അപ്പോൾ എൻ ഈക്വൽ ടു എം ജി മൈനസ് എഫ് സൈൻ തീറ്റ. ഇപ്പം നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞ ഒരൊറ്റ സാധനത്തിൻ്റെ പല പല സിറ്റുവേഷൻസാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വേരിയസ് സിറ്റുവേഷൻസിൽ പ്രോബ്ലംസ് ചോദിക്കാം. എപ്പോഴും നോർമൽ റിയാക്ഷൻ വെയിറ്റ് അല്ല, നോർമൽ റിയാക്ഷൻ വെയിറ്റിന് ഈക്വൽ അല്ലാത്ത സമയങ്ങളും വരും എന്ന് നിങ്ങളുടെ മുന്നിൽ കാണിക്കുകയാണ് ചെയ്തത്. ഓക്കെ, കാര്യങ്ങൾ ഈസി അല്ലേ? എന്നാൽ ശരി, ഇതാണ് നോർമൽ റിയാക്ഷനെ കുറിച്ച് മനസ്സിലാക്കാനുള്ളത്. ഇനി നമുക്ക് ലോസ് ഓഫ് ഫ്രിക്ഷനിലേക്ക് കിടക്കണം. അത് നോക്കാം, അത് അടുത്ത ക്ലാസ്സിൽ.